ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടാതെ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ യൂണിയൻ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നത്? ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. ഇങ്ങനെ ഒരു വിഷയം ഇന്ന് ഞാൻ അവതരിപ്പിക്കാനായിട്ട് ഒരു പ്രധാന കാരണമുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കേരളത്തിലേക്ക് ചേഞ്ച് ഓഫ് അഡ്രസ് നടത്തുമ്പോഴും റിന്യൂവൽ നടത്തുമ്പോഴും ഡ്രൈവിംഗ് ടെസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങൾ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ചില പ്രേക്ഷകർ അത് ചൂണ്ടിക്കാണിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഏതെല്ലാം സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ, അത് ലോകത്ത് എവിടെ നിന്നുമുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആയാൽ കൂടിയും ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടാതെ ലൈസൻസ് നിങ്ങളുടെ പേരിലേക്ക് അത് ഇന്ത്യയിൽ ലഭിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എൻഡോഴ്സ് ചെയ്യപ്പെട്ട് ലഭിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ ഉള്ളതെന്ന് അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി. മോട്ടോർ വാഹന നിയമം സെക്ഷൻ 9 ഗ്രാൻഡ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് ഒരു വ്യക്തിക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ പറയുന്നത്. ഈ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് ഇന്ന് യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയുമില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും ഈ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആ വീഡിയോസ് ഞാൻ എൻ്റെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നൽകപ്പെടുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മോട്ടോർ വാഹന നിയമം സെക്ഷൻ 9 സബ്സെക്ഷൻ 3 ആണ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ആ റിക്വയർമെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്നാൽ അതിൻ്റെ താഴെ ഉള്ള ഒരു പ്രോവിസോ ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഈ ടെസ്റ്റ് ആവശ്യമില്ല എന്ന് വിശദീകരിക്കുകയാണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു ലൈസൻസിങ് അധികാരി നൽകിയിട്ടുള്ളതായ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുകയും അതിൻ്റെ കാലാവധി തീർന്നതിന് ശേഷം 5 വർഷം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലൈസൻസ് പുതുക്കുന്നതിനോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നതിനോ വീണ്ടും ഒരു ടെസ്റ്റ് നടത്തേണ്ട കാര്യമില്ല എന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ലൈസൻസ് നിങ്ങളുടെ കൈവശം ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥയിൽ നോ സച്ച് ടെസ്റ്റ് ഷാൽ ബി നെസസറി, അതായത് ഈ മോട്ടോർ വാഹന ചട്ടങ്ങളിൽ പറയുന്ന രീതിയിൽ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് ആ ലൈസൻസിൽ ഏതെങ്കിലും തരത്തിലുള്ള ആ നടപടിക്രമങ്ങൾ ചെയ്തു തരേണ്ട ആവശ്യമില്ല എന്നാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നിയമങ്ങൾ വായിക്കുകയും അതിൻ്റെ വ്യക്തത വരുത്തുകയും ചെയ്യുന്ന സമയത്ത് ഒരു നിയമത്തിൽ ഷാൽ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നീട് ഒരു മാറ്റവും വരുത്താനായിട്ട് സാധിക്കില്ല. അതേസമയം മേ ബി എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നോ സച്ച് ടെസ്റ്റ് മേ ബി നെസസറി എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ വരുത്താം എന്നുള്ള ഒരു സൂചനയാണ് അത് നൽകുന്നത്. ഇവിടെ നോ സച്ച് ടെസ്റ്റ് ഷാൽ ബി നെസസറി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇനി ഈ മോട്ടോർ വാഹന നിയമം 9(3) സബ്സെക്ഷനിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വെഹിക്കിൾസ്, അതായത് സെക്ഷൻ 18 പ്രകാരം നൽകപ്പെട്ടിട്ടുള്ള ഒരു ലൈസൻസ്, അത് സൂചിപ്പിക്കുന്നത് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണല്ലോ നമ്മളുടെ ഡിഫൻസ് വരുന്നത്. അപ്പോൾ ഈ ഡിഫൻസിൽ നിന്നും നൽകപ്പെടുന്ന ലൈസൻസുകളുണ്ട്. ഇപ്പോൾ ഡിഫൻസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവിടുത്തെ പ്രത്യേക കാറ്റഗറി വാഹനങ്ങൾ ഓടിക്കാനായിട്ടുള്ള ലൈസൻസാണ് നൽകപ്പെടുന്നത്. അതിൽ പ്രത്യേകം പറയുന്നത് നോട്ട് കണക്റ്റഡ് വിത്ത് എനി കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ്, അതുമായിട്ട് ബന്ധപ്പെടാത്ത ഈ ലൈസൻസാണ് നൽകപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മളുടെ ഈ പൊതുനിരത്തുകളിൽ വാഹനം ഓടിക്കണം എന്നുണ്ടെങ്കിൽ അത് എൻഡോഴ്സ് ചെയ്ത് നമ്മളുടെ ഈ സാധാരണ ലൈസൻസായിട്ട് മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവരും ചെയ്യേണ്ടത് ഈ നമ്മളുടെ ഇന്ത്യൻ യൂണിയൻ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് വരുത്തുന്നതിന് വേണ്ടി അപേക്ഷ നൽകുകയും അതിനനുസരിച്ച് ഈ പറയുന്ന ലൈസൻസ് കരസ്ഥമാക്കുകയാണ് വേണ്ടത്. ഇനി ഈ മോട്ടോർ വാഹന നിയമം 9(3) സബ്സെക്ഷൻ പ്രോവിഷൻ പറയുന്നത് നിങ്ങൾക്ക് വിദേശത്ത് നിന്നും ഒരു ലൈസൻസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ദുബായിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ഒരു ലൈസൻസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈസൻസ് ഉപയോഗിച്ച് ഇന്ത്യയിൽ നിങ്ങൾക്ക് നേരിട്ട് വാഹനം ഓടിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ലൈസൻസ് ലഭിച്ചിട്ടുള്ള ആളുകൾ ഒന്നുകിൽ അവർ അവിടെ നിന്നുള്ള ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക ലൈസൻസിൻ്റെ ആവശ്യമില്ല. ആ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിൻ്റെ ബലത്തിൽ നിങ്ങൾക്കിവിടെ വാഹനങ്ങൾ ഓടിക്കാം. എന്നാൽ അങ്ങനെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കരസ്ഥമാക്കാത്ത ഒരു ഇന്ത്യൻ പൗരനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ആ ലൈസൻസിൽ ഒരു എൻഡോഴ്സ്മെൻറ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഇന്ത്യൻ യൂണിയൻ ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വിദേശത്ത് നിന്നുള്ള ലൈസൻസുകൾ അത് നൽകപ്പെട്ടിട്ടുള്ളത് പ്രത്യേകം കാറ്റഗറിയിലാണ്. ഇപ്പോൾ അമേരിക്കൻ ലൈസൻസ് എല്ലാം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കാറ്റഗറി എ, ബി, സി, ഡി, ഇ ഈ തരത്തിൽ അതിനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിർണ്ണയിക്കുന്നത്
ഏതെല്ലാം തരത്തിലുള്ള വാഹനങ്ങൾ അതിൻ്റെ വെയ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നിങ്ങൾക്ക് 3500 കിലോഗ്രാം വരെ ഭാരമുള്ള വാഹനങ്ങൾ ഓടിക്കാനായിട്ടുള്ള ഒരു ലൈസൻസാണ് വിദേശത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അത് കാർ ഓടിക്കാനായിട്ടുള്ള ഒരു ലൈസൻസ് അവിടെ നിന്നുണ്ടെന്നുള്ളൊരു ബലത്തിൽ നമ്മുടെ ലൈസൻസുകൾ ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നുള്ള വിഭാഗത്തിൽപ്പെട്ട എല്ലാ വാഹനങ്ങൾക്കും 7500 കിലോഗ്രാം വരെ തൂക്കമുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതിനാണ് ഈ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് നൽകപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ലൈസൻസ്, വിദേശത്ത് നിന്നുള്ള ഒരു ലൈസൻസ് 3500 കിലോഗ്രാം വരെ ഭാരമുള്ള വാഹനങ്ങൾ ഓടിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ലൈസൻസ് വെച്ച് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് കരസ്ഥമാക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി ഒട്ടുമിക്ക വിദേശ രാജ്യങ്ങളിലും അവിടെ വാഹനങ്ങൾ ഓടിക്കുന്നത് റോഡിൻ്റെ വലതുവശം ചേർന്നാണ്. എന്നാൽ നമ്മൾ ഈ ബ്രിട്ടീഷ് കോളനികളുടെ ഭാഗമായിട്ടിരുന്ന എല്ലാ രാജ്യങ്ങളിലും അവർ വാഹനങ്ങൾ ഓടിക്കുന്നത് റോഡിൻ്റെ ഇടതുവശം ചേർന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിദേശത്ത് നിന്നുള്ള ലൈസൻസ് ഉള്ള ആളുകൾ, അതിപ്പോൾ ഏത് രാജ്യത്തു നിന്നായിരിക്കട്ടെ, ഇപ്പോൾ ബ്രിട്ടീഷ് കോളനികളുടെ ഭാഗമായിട്ടിരുന്ന ലൈസൻസ് ഉള്ള വ്യക്തിയാണെങ്കിലും ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു ലൈസൻസ് ഹോൾഡറാണ്, അവർക്ക് ഇന്ത്യയിൽ നമ്മുടെ ഈ ഒരു ലൈസൻസ് കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർക്കുക. അവർ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഒരു ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാകേണ്ട ഒരു ആവശ്യമുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നതെങ്കിലും ഒരു ലേണേഴ്സ് ടെസ്റ്റ്, നമ്മളുടെ എങ്ങനെയാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് രീതികൾ, ഇവിടുത്തെ റോഡിൻ്റെ ആ റോഡ് റെഗുലേഷൻസ്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേണേഴ്സ് ടെസ്റ്റ് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായതിനു ശേഷം ആ ലേണേഴ്സ് ടെസ്റ്റിൻ്റെ ബലത്തിൽ നിങ്ങൾക്ക് യാതൊരു ടെസ്റ്റും കൂടാതെ തന്നെ ഇവിടെ ലൈസൻസ് നൽകിയിരിക്കണം എന്നാണ് പറയുന്നത്. നോ സച്ച് ടെസ്റ്റ് ഷാൽ ബി നെസസറി ടു ഒബ്റ്റെയിൻ ആൻ ഇന്ത്യൻ യൂണിയൻ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് വളരെ വ്യക്തമായിട്ട് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതാണെന്ന് ഓർക്കുക. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ലോകത്ത് എവിടെ നിന്നും ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ലൈസൻസ്, ആധികാരികമായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഒരു ലൈസൻസുമായി നിങ്ങൾ ഇന്ത്യയിൽ വരുമ്പോൾ ആ ഒരു ഇന്ത്യൻ പൗരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യാതൊരു ടെസ്റ്റും കൂടാതെ അത് നടത്തി കൊടുക്കണമെന്നാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഈ അടുത്ത കാലത്ത് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ്, നിങ്ങൾ ഇതുപോലെ അന്യ സംസ്ഥാനത്തു നിന്നും ലൈസൻസ് കരസ്ഥമാക്കി വരുന്ന ആളുകളെ അവർക്ക് ഇവിടുത്തെ ലൈസൻസിലേക്ക് ചേഞ്ച് ഓഫ് അഡ്രസ്സോ അല്ലെങ്കിൽ റിന്യൂവലോ ഒക്കെ നടത്തുന്ന സമയത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സ്കില്ല് അല്ലെങ്കിൽ കോമ്പിറ്റൻസി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഈ ലൈസൻസ് നൽകിയാൽ മതി എന്നുള്ള വാക്കാലുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ട് 2-3 മണ്ടൻ ഉത്തരവുകൾ അവർ പുറപ്പെടുവിച്ചിരുന്നു, അല്ലെങ്കിൽ പ്രസ്താവനകൾ അവർ പുറപ്പെടുവിച്ചിരുന്നു. ഒന്നാമത്തെ പ്രസ്താവന, ഈ സുഹൃത്തുക്കളുടെ വാഹനം മറ്റാരും ഉപയോഗിക്കാൻ പാടില്ല, അതിൻ്റെ ഉടമസ്ഥൻ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ള രീതിയിൽ. അതിനുശേഷം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രസ്താവനയാണ്, ഈ സ്വകാര്യ ബസ്സുകൾ അതിലെ ഡ്രൈവർമാർ അപകടത്തിൽപ്പെട്ട് ആരെങ്കിലും മരണപ്പെടുകയോ സീരിയസ് ആയിട്ട് അവർ പരിക്കേൽക്കുകയോ ചെയ്താൽ ആ ബസ്സിൻ്റെ പെർമിറ്റ് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന. ഇതിനൊന്നും നിയമത്തിൻ്റെ പിൻബലം ഇല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹം ഒരു സർക്കുലറായിട്ടൊന്നും ഇത് പുറപ്പെടുവിച്ചിട്ടില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു സർക്കുലർ 2019 പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. അത് സംബന്ധിച്ച് ഞാൻ വീഡിയോയും ഇട്ടിട്ടുള്ളതാണ്. 14/2019 എന്നുള്ള ഈ സർക്കുലറിൽ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. അത് ഒരു വ്യക്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ഓർക്കണം ഈ സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് അന്യ സംസ്ഥാനത്തു നിന്നും ഈ സംസ്ഥാനത്തേക്ക് ഒരു ലൈസൻസ് അതിൻ്റെ ചേഞ്ച് ഓഫ് അഡ്രസ്സോ അല്ലെങ്കിൽ അതിൻ്റെ തീർന്നതിന് ശേഷം പുതുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴൊന്നും ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് ആ ലൈസൻസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ട ആവശ്യകതയില്ല എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു സർക്കുലറായിരുന്നു അത്. എന്നാൽ നിയമങ്ങളെല്ലാം ഇപ്രകാരമാണെങ്കിൽ തന്നെയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇവിടെ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ലൈസൻസ് എടുത്തു വരുന്ന ആളുകളിൽ പലരും ശരിയായ രീതിയിൽ ടെസ്റ്റെല്ലാം നടത്തിയാണോ അവിടെ നിന്ന് ലൈസൻസ് കരസ്ഥമാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ശരിയായ രീതിയിൽ വാഹനം ഓടിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യത്തിലെല്ലാം വളരെ സംശയമുണ്ട്. കാരണം നമ്മളുടെ എല്ലാം ഈ ടെസ്റ്റ് രീതികളേക്കാൾ വളരെ മോശമായ രീതിയിലും ഈ പ്രത്യേകിച്ച് ഈ ഏജന്റുമാരുടെ സഹായത്താലും ലൈസൻസ് എടുക്കുന്നത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന പല സംസ്ഥാനങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും നാഗാലാൻഡ് പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇവിടെ നിന്ന് ഈ ആൾ അവിടെ പോകാതെ തന്നെ അവിടെ നിന്ന് ലൈസൻസ് കരസ്ഥമാക്കിയിട്ടുള്ള ധാരാളം ലൈസൻസുകൾ ഞാൻ എൻ്റെ ഈ സർവീസിൽ തന്നെ കണ്ടിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. കാരണം ഈ ലൈസൻസുകൾ അത് ഇഷ്യൂ ചെയ്യുന്നത് എത്ര കാലാവധിക്കാണ്, അത് ഈ 50 വയസ്സ് തികയുന്ന സമയത്തിനുള്ളിൽ തീരുമെന്നോ അല്ലെങ്കിൽ ഒരു സമയത്ത് ഏതെല്ലാം ലൈസൻസുകൾ നൽകപ്പെടുന്നു, അപ്പോൾ അതൊന്നും അറിയാത്ത രീതിയിൽ
ഈ ഫേബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ലൈസൻസുകൾ, ഫേക്ക് ലൈസൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു ലൈസൻസ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ അതിൽ ലഭിക്കാൻ സാധ്യതയുള്ള ആ ക്ലാസ് ഓഫ് വെഹിക്കിൾസ് എന്ന് പറയുന്നത് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, വിത്തൗട്ട് ഗിയർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും സ്പെഷ്യൽ കാറ്റഗറികൾ, കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് പോലുള്ള കാറ്റഗറികൾ, അത് മാത്രമാണ് ആ ഡേറ്റ് ഓഫ് ഇഷ്യൂവിൽ നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ അതേസമയം തന്നെ ഈ മോട്ടോർ സൈക്കിൾ LMV ഇതോടൊപ്പം തന്നെ ഹെവി ലൈസൻസുകൾ വരെ അതേ ദിവസം തന്നെ ഇഷ്യൂ ചെയ്തിട്ടുള്ളതായിട്ടുള്ള അങ്ങനെയുള്ള ലൈസൻസുകൾ വാഹന പരിശോധനയ്ക്കിടയ്ക്ക് എല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് അപ്പോൾ തന്നെ അത് പോലീസിന് കൈമാറുകയും അതിനെതിരെ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയുമാണ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അപ്പം അതുകൂടാതെ തന്നെ ശ്രീ ഗണേഷ് കുമാർ ഈ ഗതാഗത വകുപ്പിൻ്റെ ചാർജ് ഏറ്റെടുത്തതിന് ശേഷം ഈ ഡ്രൈവിംഗ് ടെസ്റ്റിലെല്ലാം ധാരാളം പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. പണ്ട് 120 പേരെ വരെ ഒരു ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയിരുന്ന സ്ഥാനത്ത് 30 പേരെ മാത്രമേ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടെസ്റ്റ് നടത്താൻ പാടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം ആളുകൾക്ക് ഈ ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കാലതാമസം അത് കണക്കിലെടുത്ത് അടുത്തുള്ള സംസ്ഥാനമായ കർണാടകയിലെല്ലാം പോയിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് ലൈസൻസ് എടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം അതുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിന്ന് കുട്ടികളെ 10-30 കുട്ടികളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ ലൈസൻസിന് വേണ്ടിയിട്ട് ലേണേഴ്സ് ലൈസൻസ് അത് എടുപ്പിക്കുകയും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അങ്ങനെ ലൈസൻസ് അവിടെ നിന്ന് നൽകപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം കാസർഗോഡ് നിന്നുമുള്ള എൻ്റെ സുഹൃത്തുക്കളെല്ലാം, പ്രത്യേകിച്ച് ഡ്രൈവിംഗ് സ്കൂളുകാർ തന്നെ അങ്ങനെ ഒരു പരാതിയായിട്ട് എന്നോട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. അപ്പോൾ അങ്ങനെ ഈ ലൈസൻസ് എടുത്തിട്ടുള്ള ആളുകൾക്ക് എത്രമാത്രം അവർക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കണം അദ്ദേഹം ഇങ്ങനെ ഒരു വാക്കാലായിട്ടുള്ള ഒരു ഉത്തരവ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി കോടതിയെ സമീപിക്കുന്നു എന്നിരിക്കട്ടെ, ഇപ്രകാരം ടെസ്റ്റ് നടത്തി മാത്രമാണ് തൻ്റെ ലൈസൻസ് ഇങ്ങനെ അതർ സ്റ്റേറ്റ് ലൈസൻസ് ഉള്ളത് ഇങ്ങോട്ടേക്ക് ചേഞ്ച് ഓഫ് അഡ്രസ്സ് നടത്തി നൽകുകയുള്ളൂ എന്ന് ആ ഒരു നിബന്ധന അത് പാലിക്കാനായിട്ട് നിർബന്ധിക്കപ്പെടുന്ന ഒരു വ്യക്തി ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി ഇങ്ങനെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് അത് നിർബന്ധിച്ച ആ വ്യക്തിയായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ സർക്കുലർ 14/2019 വളരെ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ആ ഉദ്യോഗസ്ഥൻ പാലിച്ചില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം അപ്പോൾ ഇങ്ങനെ ഈ നിബന്ധനകൾ വയ്ക്കുന്ന ഉദ്യോഗസ്ഥർ കൂടി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.